ജീവവഴി പ്രതിപന്താവെന്നീ ഇരുവഴികൾ സഹതേ കണ്ടു നവജീവ പ്രാപിച്ചിടാന ഇടുങ്ങിയ വഴിയവ കാംക്ഷിച്ചു സാത്താനോടവരാടരാടി അവനെ ജയിച്ചവ ചൊല്ലുന്നു. ജീവന്റെയും മരണത്തിന്റെയും വഴികൾ അവരുടെ മുമ്പാകെ അവർ കണ്ടു. കർത്താവിന്റെ പരിശ്രൂഷ കാലങ്ങളിൽ അരുളി ചെയ്തതുപോലെ ഇത് ജീവനിലേക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതാണ്. അത് ജീവനിലേക്ക് നയിക്കും. അത് വിശാലമായ ഈ ലോകത്തിലെ സുഖ അനുഭവങ്ങളുടെ പാത വീതിയേറിയതാണ്. അതിലൂടെ നടക്കുന്നവൻ നിത്യശിക്ഷയിലേക്കും എത്തിച്ചേരും. ജീവന്റെ മാർഗം ഈ സഹതന്മാർ മുമ്പിൽ കണ്ടപ്പോൾ അത് ഞെരുക്കത്തിൻ്റെതെങ്കിലും അവർ അത് തിരഞ്ഞെടുത്തിട്ട് സാത്താനോട് പോരാടി. വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന സകലത്തിനും എതിരായി പൈശാചിക ശക്തികളെതിരായി അവർ പോരാടി. ദൈവനാമം എന്ന് ഏറ്റവും മഹത്വമുള്ളത് അവനിലൂടെ മാത്രം രക്ഷയെന്ന് ആ വിശുദ്ധർ സാക്ഷിച്ചു. ദൈവത്തിൻ്റെ പ്രസാദം അവർ നേടി. ഈ കാര്യം നമുക്ക് മാതൃകയാണ്, മാർഗദർശകമാണ്. അതുപോലെ തന്നെ ആ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ നാം അഭയപ്പെടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവരോട് നാം അഭ്യർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയും താങ്ങും തണലും ആയി ഭവിക്കുകയും ചെയ്യും.